ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഇന്ത്യൻ ആശങ്കകൾക്ക് പരിഗണന നൽകാത്ത ഒരു ഭരണകൂടമാണ് അമേരിക്കയിൽ വന്നിരിക്കുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കേണ്ട സമയം ആയോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒട്ടനവധി വിഷയങ്ങൾ, ഇപ്പോൾ ഊർജ്ജ നയമായിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ, കാലാവസ്ഥാ വ്യതിയാനമായിക്കോട്ടെ, വ്യാപാരമായിക്കോട്ടെ, ആഗോള നികുതി ആയിക്കോട്ടെ, പൗരത്വ മാർഗങ്ങളായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എല്ലാവരും ഇന്ത്യ അമേരിക്ക ബന്ധം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മേഖലകളാണ്. പൂർണ്ണമായും ഇന്ത്യക്ക് അവിശ്വസനീയനായ ഒരു നേതാവാണ്, ഒരു ഭരണകർത്താവാണ് അല്ലെങ്കിൽ തലവനാണ് ട്രംപ് എന്ന് കരുതാറായോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, നമുക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. 2024 ലോകവ്യാപകമായി തിരഞ്ഞെടുപ്പ് വർഷമായിരുന്നു. പല രാജ്യങ്ങളിലും അവിടുത്തെ തിരഞ്ഞെടുപ്പുണ്ടായി. പല രാജ്യങ്ങളിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ, ഒന്ന് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലും ഏറ്റവും കരുത്തേറിയ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന US-ലും തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വന്നു എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ, ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് വലിയ സൗഹൃദമായിരുന്നു. വലിയ തോതിലുള്ള സൗഹാർദ്ദ പ്രകടനങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് അനുകൂലമായ, ഇന്ത്യക്ക് ഗുണകരമായ നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും ട്രംപ് മാറും എന്നല്ല. ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അൺപ്രഡിക്റ്റബിൾ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. നാളെ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, നാളെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നിലപാട് എന്നുപോലും പറയാൻ കഴിയില്ല. കാരണം അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നിലപാട് തന്നെയാണല്ലോ എല്ലാ പ്രസിഡന്റുമാർക്കും ഉണ്ടാവുക. ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോക സമൂഹത്തോട്, ആഗോള സമൂഹത്തോട്, മാനവരാശിയോട് അമേരിക്ക പുലർത്തുന്നതായ മര്യാദകളും രീതികളും, നീതിപൂർവകമായ ഒരു സമീപനം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ, അതൊക്കെ പാടെ മറികടന്നുകൊണ്ട് ഒരു കഠിനമായ വലതുപക്ഷ തീവ്രവാദിയെപ്പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും ശാശ്വതമായ നേട്ടം ഉണ്ടാകും. നമുക്ക് അംഗീകരിക്കാവുന്ന, നമുക്ക് സ്വീകാര്യമായ ഒരു ബന്ധത്തിലേക്ക്, ഇന്ത്യ അമേരിക്ക ബന്ധത്തിലേക്ക് ട്രംപും നരേന്ദ്രമോദിയും ചേർന്ന് ഒരു കാലഘട്ടം സൃഷ്ടിക്കും എന്ന് കരുതാൻ വയ്യാത്ത, അത്യധികം ഒരു ഉത്കണ്ഠാകുലമായ, ഒരു ആശങ്ക ജനിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നടപടികൾ, നിരവധിയായ നടപടികൾ അത് ട്രംപ് തുടങ്ങിക്കഴിയുകയും ചെയ്തു. യെസ്, ഞാൻ മടങ്ങിയത്